കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു സോയാബീൻ കറിയല്ല ഫ്രൈ ആയിട്ട് വെക്കുന്ന കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിനകത്ത് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുകൊക്കെ ഇട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ അരിഞ്ഞിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവേ. സോയാബീൻ നമുക്ക് ഫ്രൈ ആയിട്ട് വെക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഞാനൊന്ന് വൈകിട്ടത്തേക്ക് സോയാബീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒരു 2-3 തരി ഉപ്പുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ഒന്ന് വഴന്ന് വിട്ടിട്ട് കുറേശ്ശൊക്കെ വാടി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു കോപ്പയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി, ഞാൻ കുറച്ച് ബീഫ് മസാല എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കഴുകി വാരി കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത സോയാബീനാട്ടോ ഇരിക്കുന്നത്. ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് നേരം ഇട്ട് വെക്കും സോയാബീന്. അതിന് ശേഷം പിന്നെ കളഞ്ഞിട്ട് ഒരു 2 പ്രാവശ്യം കൂടെ കഴുകൂട്ടോ. കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത സോയാബീനാണ് ഇരിക്കുന്നത്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ തക്കാളി ഏതാണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇളക്കി കൊടുക്കാം. തീർന്ന് കുറച്ച് വെക്കാം. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നോടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലൊരു കളറ് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ബ്രൗൺ കളറ്, നമ്മൾ ബീഫൊക്കെ കറി വെക്കുമ്പോൾ ഒരു നല്ല ഒരുവിധം നല്ല ബ്രൗൺ കളറിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സോയാബീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ എടുക്കുമ്പോൾ കഴുകി വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശരിക്കും അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ. എന്നാലും നമുക്കങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് കഴിക്കാനും നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മസാലകളൊക്കെ നന്നായിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, കാണുന്നുണ്ടോ? കുറച്ചും കൂടെ എന്നൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചൊരു നേരം കുറഞ്ഞ പോലെ തോന്നും. അപ്പം ഞാനൊന്നും കൂടെ ഒന്ന് ചൂടാക്കാം കേട്ടോ. ഇച്ചിരി കൂട്ടി വെക്കട്ടെ. സോറി കേട്ടോ, മുളകിൻ്റെ ഒക്കെ ഒരു കുത്തൽ വന്നിട്ട് ചുമ വന്ന്. ഞാൻ ബീഫ് മസാല ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയോ അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. മുളകിൻ്റെ കുത്തിലടിച്ചിട്ട് ചുമ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, ഇപ്പോൾ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം.
കുഞ്ഞൊരു മൺചട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടിക്കകത്തൊക്കെ കറിയൊക്കെ എടുക്കാനും അതിൽ കറി കൂട്ടാനൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. വളരെ നല്ല രസമുണ്ട്. കുഞ്ഞ് മൺചട്ടി കേട്ടോ. ഒരു കോപ്പ പോലെയുള്ളൂ അത്. നല്ല രസമാണ് കറിയൊക്കെ എടുക്കുമ്പോൾ. ഇങ്ങനത്തെ കുറേ ചട്ടികളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എനിക്ക് ഭയങ്കര ചട്ടി ഭ്രമമാണ് കേട്ടോ. ഇവിടെ അമ്പലയിൽ പോപ്പില ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോപ്പിലേക്കൊക്കെ ഇങ്ങനെ ചട്ടിയും കലങ്കാരൊക്കെ വരും. അന്നേരം ഓരോ പ്രാവശ്യം വാങ്ങിക്കൊണ്ട് വെക്കുന്ന ഓരോരോ സൈസ് ചട്ടികളൊക്കെ. അധികമൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ലല്ലോ, എന്നാലും ചട്ടികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതെനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ തീ ഒന്നും കൂടെ കൂട്ടി വെക്കട്ടെ. നമുക്കിത് വേഗം ഫ്രൈ ആയി കിട്ടണ്ടേ. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? നല്ലൊരു കളറൊക്കെ ഉണ്ടല്ലേ. നമുക്കിതൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ആ മസാലയൊക്കെ ഈ സോയാബീനിലേക്കൊന്ന് പിടിച്ച് നല്ല റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഫ്രൈ ഒക്കെ ആക്കി എടുക്കുന്നത്. ഞാൻ ആദ്യം എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഒരു വെള്ളം പോലെ ഉണ്ടാവുമായിരുന്നേ. പിന്നെയാണ് ഞാൻ ഇതേപോലെ ഒരു ഐഡിയയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചുമയ്ക്കാൻ വരിക കേട്ടോ. ഇതെല്ലാം കൂടെ മുളകും മസാല എല്ലാം കൂടെ കൂടിയിട്ട് ചുമയ്ക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് മെല്ലെ കുറച്ച് നേരം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ. അരപ്പൊക്കെ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് തീ ഒന്നും കൂടെ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അല്ലേ. മൂടിയിട്ടില്ല. നമുക്കൊന്ന് മെല്ലെ ഒന്ന് മൂടി വെക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരിതാണ് സോയാബീൻ കറി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ നിർത്തുകയാണ്.